ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത പടം കൂടി തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ടീസർ കണ്ടു. അത് ഗംഭീരമായൊരു ടീസറായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് കഴിഞ്ഞാൽ വളരെ കൗതുകകരമായിട്ടുള്ളൊരു ടീസറായിട്ട് തോന്നി. കാരണം നമ്മൾ ഒരു കോമഡിയൊക്കെ ബേസിലാണ് ഈ സിനിമ എന്ന് തോന്നുന്നു. കാരണം എന്തോ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പടമായിട്ട്, ഒരു ഡിറ്റക്റ്റീവ് അങ്ങനെ എന്തൊക്കെയാണ് ഈ പടത്തിൻ്റെ ഒരു ഇരുവൃത്തം എന്നാണ് ഇതിനു മുമ്പുള്ള കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിയത് കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിലിപ്പോൾ ഗൂഗിൾ സുരേഷ് ആണെങ്കിലും മമ്മൂട്ടിയും കൂടെയുള്ള ഒരു രണ്ടുപേരെ മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളൂ. പക്ഷെ രണ്ടുപേരുടെയും പെർഫോമൻസിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് കാരണം നമ്മൾ ഇതുവരെ കാണാത്ത മമ്മൂട്ടിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ മമ്മൂട്ടി എല്ലാത്തിലും ഒരു പ്രത്യേകത, ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരുന്ന വ്യക്തിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രൊഡക്ഷനും കൂടി ആകുമ്പോൾ അതിൽ എന്ത് സ്പെഷ്യാലിറ്റി ആണ് ഉള്ളത് വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ മമ്മൂട്ടിയുടെ ഒരു വ്യക്തി നമ്മളെ എതിർക്കാൻ വരുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗുണ്ട വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവർക്ക് നമ്മൾ അവരിനും പ്രതിരോധിക്കുക എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സീനാണ് സംഭവം ഈ ടീസർ മൊത്തം കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് വളരെ ഒരു പുതുമയായിട്ടാണ് എനിക്ക് തോന്നി. കാരണം അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ ഒരു കോമിക്കായിട്ട് രീതിയിൽ പറഞ്ഞ് കാണിപ്പിക്കുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ല. പല സിനിമയും കോമഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു വെറൈറ്റി കോമഡി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു വളരെ എന്തൊരു സയന്റിഫിക് ആയിട്ടൊന്നുമല്ല നമ്മൾ ഗുണ്ടകൾ അടിക്കാൻ വരുന്നത്, നമുക്കല്ലേ സയന്റിഫിക് ആയിട്ട് അറിയുള്ളൂ എന്നൊക്കെ പറയുന്നൊരു വളരെ രസകരമായുള്ള ഒരു ഡയലോഗ് ഡെലിവറി ആയിരിക്കും കണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സീൻ കണ്ടപ്പോൾ മറ്റേ നമ്മുടെ ബീസ്റ്റ് സിനിമയിൽ ഈ നമ്മുടെ വിജയിനെ ആദ്യമായിട്ട് നമ്മുടെ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ആ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ഓണറായിരിക്കില്ലേ, അദ്ദേഹം പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങളിത് മുമ്പ് കണ്ടവർക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല, ഞാനാണെങ്കിൽ പിടിച്ചു നിർത്തി അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് എടുത്ത് റൈറ്റ് ക്ലിക്ക് ഇങ്ങനെ എന്താണ് ബ്ലോക്ക് ചെയ്ത് ലെഫ്റ്റ് കണ്ട് ഇടിച്ച് അങ്ങനെ പറഞ്ഞൊരു സീൻ സ്റ്റൈലുണ്ട്. വളരെ രസമായിട്ട് കോമഡി ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിന് തന്നെയാണ് എനിക്ക് ഇത് തോന്നി. ഭയങ്കര രസമായിട്ട് ഇത് ഒരുതരം പ്രത്യേകതരം ഒരു അനുഭൂതിയായിട്ട് തോന്നി. കാരണം വളരെ നല്ലതായിട്ടുണ്ട്. എന്തായാലും ഗൗതം വാസുദേവന്റെ ഒരു പ്രത്യേക ഒരു അടിപൊളി ഒരു ഡയറക്ഷനായി ുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു മലയാള സിനിമയിലേക്ക് ഡയറക്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റോറി നമ്മുടെ ഡോക്ടർ നീരജ് രാജനാണ്. സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ് ഡോക്ടർ നീരജ് രാജൻ ആൻഡ് ഡോക്ടർ സൂരജ് രാജൻ, ഗൗതം വാസുദേവൻ, ഇവർ മൂന്നും കൂടി ചെയ്തിട്ടാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നതാണ് ഡയലോഗും. പിന്നെ ഇതിന്റെ DOP പറഞ്ഞ വിഷ്ണു ആർ ദേവ് ആണ്. എഡിറ്റർ ആന്റണി. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദർബുക ശിവയാണ്. ഇതിന്റെ മറ്റു സ്റ്റൺസ് സുപ്രീം സുന്ദറും കളി കിങ്സനും പിന്നെ ആക്ഷൻ സന്തോഷവുമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൊറിയോഗ്രാഫർ ബൃന്ദ മാസ്റ്റർ അതിലുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പാട്ടും കാര്യമൊക്കെ ഉണ്ടായിരിക്കും. ഗൗതം വാസുദേവൻ മേനൻ ആദ്യമായിട്ട് സിനിമയിൽ ഒരു മലയാള സിനിമ ഡയറക്ട് ചെയ്ത സിനിമയും കൂടിയാണിത്. എന്നാലും അതൊരു കൗതുകവും കൂടിയാണ്. കാരണം ഗൗതം വാസുദേവൻ എങ്ങനെയാണ് മമ്മൂട്ടി വെച്ച് ചെയ്യാൻ പോകുന്നുള്ളൊരു വളരെയധികം കൗതുകമായി എനിക്ക് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഈ സിനിമ നമുക്ക് തന്നെ തിയേറ്ററിൽ കാണാനുള്ള എല്ലാ വകുപ്പും ഉണ്ടായി. കാരണം ഒന്നാമത്തെ കാര്യം മമ്മൂട്ടി കമ്പനി, രണ്ടാമത് മമ്മൂട്ടി എന്ന ആക്ടർ, മൂന്നാമത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറക്ടർ ഗൗതം വാസുദേവ് മേനോൻ. എന്തായാലും ഈ കോംബോ, പ്രൊഡ്യൂസറും ആക്ടറും ഈ ഒരു ഡയറക്ഷനും തമ്മിലൊരു കോംബോ ഒരു വ്യത്യസ്തമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും തിയേറ്ററിലേക്ക് വരുന്ന ഡേറ്റ് ഒന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അത് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിന്റെ അപ്ഡേറ്റ്സ് മറ്റും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.